അനിശ്ചിതകാല പണിമുടക്കിൽ മാറ്റമില്ല എന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി അറിയിക്കുന്നു. റേഷൻ കട അടച്ചിട്ട് തന്നെ സമരം ചെയ്യും. വേതന പാക്കേജ് നടപ്പിലാക്കണം എന്ന ആവശ്യം നിരാകരിച്ചു. വിൽപ്പന പരിധി ഒഴിവാക്കണമെന്നും ജനറൽ കൺവീനർ ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു. അനിശ്ചിതകാല കടയടപ്പ് സമരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോവുകയാണ്. 7 വർഷം മുമ്പ് നിശ്ചയിച്ച വേതന പാക്കേജ് പോലും റേഷൻ വ്യാപാരികൾക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ മറ്റു മാർഗമില്ലാത്ത ഈ പശ്ചാത്തലത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല. ശ്രീജിത്താണ് ചേരുന്നത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ അനിശ്ചിതകാലത്തേക്ക് സമരം, ആ രീതിയിൽ സമരം തുടരാനുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ. 7 വർഷം മുൻപ് തീരുമാനിച്ച വേതന പാക്കേജ് അതുപോലും നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണോ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്? സ്മിത, ഇന്ന് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഭക്ഷ്യമന്ത്രി GR അനിലുമായി ചർച്ച നടത്തിയിരുന്നു. ഈ പണിമുടക്കിന് മുന്നോടിയായിട്ടുള്ള ചർച്ചയാണ്. സമരം ഒത്തുതീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. എന്നാൽ വേതന പരിഷ്കരണം എന്ന റേഷൻ വ്യാപാരികളുടെ ആവശ്യം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. സർക്കാരിന് സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്, പരിമിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ അതൊഴിച്ചുള്ള മറ്റാവശ്യങ്ങൾ പരിഗണിക്കാമെന്നാണ് മന്ത്രി അറിയിച്ചത്. എന്നാൽ വേതന പരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ അനുകൂല തീരുമാനമില്ലാത്തത് സ്വീകാര്യമല്ല എന്നാണ് റേഷൻ വ്യാപാരികളുടെ നിലപാട്. അവർ ഈ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കൂടിയാലോചന നടത്തി സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ മാസം 27 മുതൽ അനിശ്ചിതകാലത്തേക്ക് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ട് സമരം ചെയ്യും. AITUC ഒഴിച്ചുള്ള മറ്റെല്ലാ പ്രധാനപ്പെട്ട റേഷൻ വ്യാപാരികളുടെ സംഘടനകളും ഈ സംയുക്ത സമരസമിതിയുടെ ഭാഗമാണ്. സംസ്ഥാനത്ത് 14,248 റേഷൻ കടകളാണുള്ളത്. ഇതിൽ ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുന്ന ഒരു സമരത്തിലേക്ക് വരികയാണ്. എന്തായാലും സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു, അലസിപ്പിരിഞ്ഞിരിക്കുന്നു. വേതന പരിഷ്കരണത്തിൽ 2018 ഇതിനു മുമ്പ് വേതന പരിഷ്കരണം തീരുമാനിച്ചത് 18,000 രൂപ പരമാവധി നൽകുന്ന തുകയാണ്. എന്നാൽ ഈ പരമാവധി നൽകുന്നതിന് വിൽപ്പന പരിധിയുണ്ട്. ഒരു റേഷൻ കടയിൽ മിനിമം 45 ക്വിൻ്റൽ വ്യാപാരം നടന്നെങ്കിൽ മാത്രമേ ഈ 18,000 രൂപ ലഭിക്കുകയുള്ളൂ. സാധാരണ 10-500 മേൽ കാർഡുള്ളിടത്ത് പോലും ഇപ്പോൾ അത്ര വിൽപ്പന നടക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും റേഷൻ വ്യാപാരികൾക്ക് 12,000-15,000 രൂപ വരെ മാത്രമാണ് പരമാവധി ലഭിക്കുന്നത്. അതാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. സ്മിത, ശരി. ശ്രീജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.